ഈ ജെൻസി പിള്ളേരും 2K കിഡ്സ് ഒന്നും ശരിക്കുള്ള സിനിമകളൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗോൾഡൻ എറ ഓഫ് സിനിമയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ജനിച്ചതെന്ന് എപ്പോഴും പറയാറില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം വരും, അങ്ങനെ ഒരു ഗോൾഡൻ എറയൊക്കെ ഉണ്ടായിരുന്നോ, എന്താണ് ഇവർ പറയുന്നത്, എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു മൂവി ഫാക്ട് കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടിയത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2001 ഡിസംബർ 21 നിങ്ങൾ സിനിമ കാണാൻ സിനിമാ തിയേറ്ററിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അന്ന് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ അറിയോ? ബുക്ക് മൈ ഷോ ആപ്പ് അന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിനിമകളുടെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയും. ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ ഫെലോഷിപ്പ് ഓഫ് ദി റിംഗ്, ഓഷ്യൻസ് 11, ഹാരി പോട്ടർ ദ സോഴ്സറസ് സ്റ്റോൺ, ടോം ക്രൂസിന്റെ വാനില സ്കൈ, ബിഹൈൻഡ് ദി എനിമി ലൈൻസ്, ബ്യൂട്ടിഫുൾ മൈൻഡ്, ബോക്സർ മുഹമ്മദ് അലിന്റെ ബയോപിക് അലി, അവസാനം മോൺസ്റ്റർ ഇങ്ക്. ഇതിൽ നമുക്ക് ഒരു സിനിമ മോശം പറയാനുണ്ടോ? ഇന്നൊക്കെ സിനിമ ക്ലാഷ് എന്ന് പറഞ്ഞിട്ട് 2 സിനിമ ഒരുമിച്ച് ഇറങ്ങിയ അത് മിക്കവാറും 2ഉം തല്ലിപ്പൊളി ആയിരിക്കാനാണ് സാധ്യത. സിനിമ അതിൻ്റെ ഒരു പീക്കിൽ എത്തിയിരുന്നു ആ ഒരു സമയമാകുമ്പോഴേക്കും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഡൗൺഫോൾ തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബോൺ ഇൻ റോങ് ജനറേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?